അങ്ങനെ പിണറായി വിജയൻ മൂന്നാമതും മുഖ്യമന്ത്രിയാകാൻ കച്ചകെട്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ 2000 ഉയർത്തി കുടിശ്ശിക മുഴുവൻ തീർത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താം എന്ന് വളരെയധികം ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഏതാനും ആഴ്ചകൾക്കകം അതിൻ്റെ ഡേറ്റും കൃത്യമായ നോട്ടിഫിക്കേഷനും വരും എന്നിരിക്കെ അതിനു മുമ്പ് തന്നെ പരമാവധി ജനങ്ങളിലേക്ക് പൊടി വിതറാൻ വേണ്ടിയുള്ള നാടകീയ നീക്കങ്ങൾ നടക്കുകയാണ്. നമുക്കറിയാം, ശബരിമലയിലെ വലിയ തോതിലുള്ള ഒരു മണി ഹെയ്സ്റ്റ് അത് തന്നെയാണ് സംഭവിച്ചത് എന്നതിന് യാതൊരു തർക്കവുമില്ല. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കാര്യങ്ങൾ വിശദമാക്കുന്നത്. താൻ മാത്രമല്ല, കൂട്ടാളികളായി ദേവസ്വം ഉദ്യോഗസ്ഥരുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർണ്ണപ്പാളി വിവാദത്തിൽ വളരെ വ്യക്തമായി അതിനകത്ത് ഏതൊക്കെ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻ്റാണ് നടന്നത് എന്നുള്ളത് വെളിവാക്കുമ്പോൾ ഈ വിഷയത്തിൽ നിന്നൊക്കെ കാര്യങ്ങൾ മാറ്റിപ്പിടിക്കാൻ ആവുന്നത്ര പണിയെടുക്കുന്ന മുഖ്യധാരാ മാധ്യമ ചാനലുകളുണ്ട്. റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ളവർ ഇടതുപക്ഷത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയാണ്, എങ്ങനെയും അധികാര തുടർച്ചയ്ക്ക് വേണ്ടി. കാരണം നമുക്കറിയാം, CPIM ഇന്ത്യയിൽ അധികാരത്തിലുള്ള ഏക സംസ്ഥാനം കേരളമാണ്. ഒന്നാലോചിക്കൂ, ഒന്നുകിൽ ബംഗാൾ, ത്രിപുര അല്ലെങ്കിൽ കേരളം, ഇങ്ങനെയായിരുന്നു ഇടതുപക്ഷത്തിന് ഭരണമുണ്ടായിരുന്നത്. കേരളത്തിൽ കൂടി ഭരണം നഷ്ടപ്പെട്ടാൽ CPIM പിന്നെ മരുന്നിന് പോലും ഒരു സ്ഥലവും ഭരണത്തിൽ ബാക്കി കാണില്ല. അതുകൊണ്ട് കനൽ ഒരു തരി മതി എന്ന ആശയം ഉൾക്കൊണ്ട് പിണറായി വിജയൻ വീണ്ടും കണ്ണൂരിലെ ധർമ്മടത്ത് അംഗത്തിനിറങ്ങുകയാണ്. 81ാമത്തെ വയസ്സിൽ വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഇക്കുറി കാര്യങ്ങൾ അത്ര ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല. ഭൂരിപക്ഷം 10,000 പോലും കടക്കാത്ത വണ്ണം സുധാകരനാണ് എതിരാളിയെങ്കിൽ പിണറായി മുട്ടുവിറയ്ക്കും. പഴയ ഭരണം കോളേജിലിട്ട് നല്ല രീതിയിൽ ചാമ്പിയ അവസ്ഥയല്ല. പിണറായിയുടെ തള്ളുകളെയൊക്കെ വലിയ രീതിയിൽ അതിജീവിച്ചും പിണറായിയുടെയും പിണറായിസത്തിൻ്റെയും കണ്ണൂരിലെ പോരാട്ടത്തിനെ സധൈര്യം നെഞ്ചു വിരിച്ച് നേരിട്ട ഒരാൾ എന്ന രീതിയിലും സുധാകരന് കഴിയുന്നത്ര പലതും ചെയ്യാം. KPCC സണ്ണി ജോസഫിനെ പ്രസിഡന്റ് ആക്കിയതുകൊണ്ട് ചെറുതായി ഒന്ന് ക്ഷീണിച്ചു എന്നുള്ളത് ഏവർക്കും അറിയാം. കാരണം സുധാകരനല്ലാതെ മറ്റൊരാൾ ഈ ഒരു സാഹചര്യത്തിൽ നേതാവായാൽ, KPCCയുടെ അധ്യക്ഷനായാൽ അണികളുടെ മൊറൈൽ ബൂസ്റ്റ് നഷ്ടമാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അത് മനസ്സിലാക്കാതെ തന്നെയാണ് ദീപാദാസ് മുൻഷി എടുത്തിയാടി തീരുമാനമെടുത്തത്. അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ചില നേതാക്കൾ ശ്രമിച്ചു. എന്നിരുന്നാലും സുധാകരനെ പോലൊരു നേതാവ് കുളം കലക്കി മീൻ പിടിക്കാൻ ശ്രമിക്കില്ല. തനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, പാർട്ടി നന്നാവട്ടെ എന്ന് മാത്രം വിചാരിക്കുന്നൊരു വ്യക്തി. അങ്ങനെ മഷിയിട്ട് നോക്കിയാൽ കിട്ടുമോ? ഏതായാലും പിണറായിസത്തിന് പണി കൊടുക്കാൻ സുധാകരന് ഒരുപാട് ഹൈറാർക്കികളൊന്നും വേണ്ട. കണ്ണൂർ MP പിണറായി മത്സരിച്ച് MLA ആയി ജയിക്കുന്ന മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി, അതിനപ്പുറം ഒന്നും സുധാകരൻ ആഗ്രഹിക്കുന്നില്ല.